ഗൈസ്, നമ്മളിപ്പോൾ മൈസൂർ ദസറ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് നമ്മളിപ്പോൾ പോകുന്നത്. 10:35 നമ്മളിപ്പോൾ വിട്ടു. ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. നല്ല ട്രാഫിക് ഇല്ലെങ്കിൽ, പ്രശ്നമൊന്നുമില്ലെങ്കിൽ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. മാനസ് അസ്മദുവിൻ്റെ വ്ളോഗിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മൈസൂരെത്തിയിൽ ബാക്കി വിശേഷങ്ങളും ബാക്കി റോഡ് വിശേഷങ്ങളും എല്ലാം അതും കാണിക്കണം. ബാക്കി വിശേഷങ്ങൾ വഴിയെ സെറ്റാക്കാം. റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഫുള്ള് കുണ്ടും കുഴിയായിട്ട് എപ്പത്തൊന്നും പറയാൻ പറ്റൂല. കുറച്ച് ബെറ്റർ ആയിട്ടുള്ള റോഡ് കിട്ടിയപ്പോൾ വീഡിയോ മാക്കൂട്ടം ചുരം കർണാടകൻ്റെ റോഡാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉള്ളത് ഇപ്പൊ നിലവിൽ. ഇത് ഫുൾ കുരങ്ങന്മാരാണ്. ഫുൾ ഓഫ് കുരങ്ങന്മാർ. ഒരു 1 കിലോമീറ്റർ ദൂരം മാത്രമേ മോശം റോഡായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ അടിപൊളിയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ശേഷം കുറച്ച് നല്ല റോഡാണ് വന്നത്. പിന്നെ എൻട്രി ഫീസ് എന്തിനാണ് 20 റുപ്യ എടുത്തിനെന്ന് അറിയില്ല. ഓട തുടങ്ങിയിട്ടുണ്ട്. ഓട തുടങ്ങി. ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ കണ്ണ് കാണുന്നതൊന്നും ക്യാമറയിൽ വരുന്നില്ല. അതെ, കണ്ണിന്റെ ക്ലാരിറ്റി ഒന്നും ഒരു ക്യാമറ ഉണ്ടാവില്ല. അവിടെ പോയി ലൈറ്റൊക്കെ പോയിട്ട് നല്ല ഇരുട്ടായിട്ടുള്ള അവസ്ഥയാണ്. എവിടെയോ പകുതി സ്ഥലത്ത് നിർത്തിയിട്ടുള്ള നല്ല എന്താ പറയുക, നമ്മൾ കൂർഗ് ഗേറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റിലല്ല, കൂർഗിലേക്ക്. ഇത് കൂർഗ് ഗേറ്റ് അതിനെ പറയല്. അവിടെ എഴുതിയിട്ടുണ്ടോ കൂർഗ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട്? ഇതാ നീ പറഞ്ഞ കുടിക്കാൻ ലേക്ക് വ്യൂ അല്ലല്ലോ. ഇത് ലേക്ക് വ്യൂ. അപ്പുറം കുടിക്കാം. അപ്പുറം ഉണ്ട് കൂർഗ് ഗേറ്റ് കണ്ടിട്ട്. ഇത് ലേക്ക് വ്യൂ. അപ്പോൾ കാണാൻ പറ്റുന്നില്ല. റോഡ് മഹാമോശമാണ് കേട്ടോ. ഇവിടെ എത്താനാകുമ്പോഴത്തേക്ക് തല്ലിപ്പൊളി റോഡാണ്. നമ്മൾ വെറുതെ കേരളത്തിന് കുറ്റം പറഞ്ഞാൽ ബോത്ത് ആർ മാത്തമാറ്റിക്സ് തന്നെയാണ് അല്ലേ? രണ്ടും കണക്കാണ്. ഇവിടുന്ന് നല്ല കൂർഗ് കോഫി കുടിക്കാൻ. എനിക്കൊന്നും വേണ്ടി ചായ. നമ്മളങ്ങനെ എവിടെ എത്തിയെത്തു? ഗോണികൊപ്പ എത്തി. ഗോണികൊപ്പ വിശന്നിട്ട് കിത്തു. ഇവിടുത്തെ നല്ല ഒത്തൻറ്റിക് കൂർഗ് ഫുഡ് കിട്ടുന്ന സ്ഥലം സെർച്ച് ചെയ്യുകയാണ്. റമദാൻ സ്പൈസ് നോക്കാം. നമ്മൾ കൂർഗ് ഒത്തൻറ്റിക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. എന്നിട്ടോ ഇവിടുത്തെ ചോറും കയറി അല്ലേ? രസമുണ്ടോ? എങ്ങനെയുണ്ട്? നല്ല മീൻകറി. പക്ഷെ സാമ്പാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലത്തെ സാമ്പാർ പോലെ അല്ല.
ഒരു മഞ്ഞ കളറിലെ കറിയാണ്. നല്ല ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് ഉണ്ട്. കഷ്ണങ്ങളൊന്നും മുരിങ്ങാക്കൂര്, വെണ്ടക്ക, ഉരുളക്കിഴങ്ങ് അതുപോലത്തെ സാധനങ്ങളൊന്നുമില്ല. നമ്മളിപ്പോ കൂർഗിൽ വന്നിട്ടിപ്പോ കഴിച്ചത് കേരള സ്റ്റൈൽ ഫുഡാണ്. ഇലച്ചോറ് എന്ന് അവര് അവിടെ പറയുന്നത്. സാധാരണ എല്ലാം, പക്ഷെ അവരവിടുന്ന് ഇലച്ചോറ് തന്നെയാണ് പറയുന്നത്. കൂർഗ് മലയാളികളെ റെസ്റ്റോറന്റ് ആണ്. കൂർഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അതെ അതെ, അതങ്ങനെ പറഞ്ഞായിരുന്നു. എണീച്ച് പോകണ്ടെന്ന് മാറ്റം പറഞ്ഞിട്ട് സംഭവം അത് മൊത്തം ആടെ 5 സെന്റിന്റെ കഥയല്ലാന്ന് അവര് മലയാളത്തിൽ ഓണർ ഇതെല്ലാം പറയുന്നത്. മലയാളത്തിൽ തന്നെയാ പറയുന്നത്. അപ്പൊ കേരള സ്റ്റൈല് ഡിഷസ് തന്നെയാണ് ഉണ്ടായത്. കൂർഗ് പന്നി, നല്ല നല്ല പെപ്പർ കൂർഗ് ചിക്കൻ കറിയൊക്കെ കിട്ടും. അത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് കയറിയാണ്. അപ്പൊ അവിടെ പോകുമ്പോ ഫുൾ ഓൺ നമ്മള് കേരള ഫുഡിന്റെ കാര്യം പറയുന്നത്. സാധാരണ ചിക്കൻ 65 നോർമൽ എല്ലാവർക്കും കിട്ടല് കുറച്ച് ഡ്രൈ ആയിട്ട് ഫ്രൈഡ് ടൈപ്പാണ് സാധനം വരല്. പക്ഷെ ഇവിടെ നമുക്ക് തന്നത് ചിക്കൻ ചില്ലിയാ തന്നത്. അത് പറ്റിച്ച്. ഇവിടുത്തെ ചിക്കൻ 65 ഇങ്ങനെ നമുക്കറിയണ്ടേ. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ നോർമൽ ഒരു ഉച്ചക്കിന്റെ ഒരു മീൽസിന് വരുന്നത് 60 രൂപയാണ്. അതും പപ്പടെല്ലാം എല്ലാം ഇൻക്ലൂഡ് ആയിട്ട്. ഇവിടെ നോക്കുമ്പോ 2 ചോറും ഒരു ഹാഫ് 65 നമുക്ക് അവസാനം ബില്ലായത് 440. അയ്യോ, ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷെ കുഴപ്പമില്ല ഫുഡ്. മീൻകറിയെല്ലാം നല്ല വേറെ തന്നെ ഒരു ടൈപ്പാണ്. കൂർഗ് ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പം ടൈഗർ രാത്രി ഒന്നും ഉണ്ടാവുമായിരിക്കും. ടൈഗറിന്റെ ചിത്രമെല്ലാം കാണിക്കുന്നുണ്ട്. സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്റർ ആണ് ഇവര് പറയുന്നത്. 25 യെസ്, നല്ല അടിപൊളി സ്ഥലം. സ്വിഫ്റ്റ് അല്ലേ? യെസ്, ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെറവറ ഹമ്പാണ്. ഓരോ 100 മീറ്ററിന് അല്ലേ, ഓരോ 100 മീറ്ററിന്റെ ഇടയിലാണ് ഹമ്പ് വരുന്നത്. അപ്പോ 2.5 കിലോമീറ്ററാണ് നമ്മളെ റൂമിലേക്ക് ഇനിയിലെ ദൂരം. 4:12 ആകുമ്പോഴത്തേക്ക് നമ്മള് എത്തും. നമ്മളിപ്പോ രാവിലെ എത്ര മണിക്കാവട്ടെ? 9:30. 3 മണിക്ക് എത്തുന്നാന്ന് കണ്ട. പക്ഷെ നമുക്ക് ചില സ്ഥലത്ത് ഇറങ്ങേണ്ടി വന്നു ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും അല്ലല്ല ചില്ലറ. അപ്പോ സമയം 4:08. 4 മിനിറ്റിനുള്ളിൽ നമ്മൾ റൂമിലേക്ക് എത്തും. നമ്മളങ്ങനെ മൈസൂർ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് കയറിയിരിക്കുകയാണ് ഗൈസ്. റൂം എങ്ങനെയുണ്ട്? റൂം കുഴപ്പമില്ല. പറഞ്ഞോ, ഇതിപ്പോ എവിടെയാ? മാൾ ഓഫ് മൈസൂരിലാണുള്ളത്. ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോ അവന്റെ ഡ്രസ്സൊക്കെ ചുളിഞ്ഞിരിക്കുന്ന. അപ്പം അയൺ ബോക്സ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പം നേരെ അവൻ ടീഷർട്ട് വാങ്ങിച്ചു അല്ലേ? നമ്മള് വണ്ടി ഇവിടെ ഹോട്ടലിന്റെ താഴെ പാർക്ക് ചെയ്തു. ഫുൾ ചളിയാന്ന് വണ്ടിയിൽ. കിത്തുവന്ന് കാറിൽ തന്നെ ഡ്രസ്സും മാറി. സോക്സും ഒന്നും ഇല്ലാണ്ട് ആശാൻ വന്ന. ഇപ്പൊ സോക്സ് വാങ്ങി സോക്സ് ഇടുന്നുണ്ട്. ഇനി ഒരു മൈസൂർ മസാല ദോശ കഴിക്കണം. അതിന് വേണ്ടി പോവാം. എന്താണ് മസാല ദോശ? മൈസൂർ മസാല ദോശ. ഇവിടെ ഒരു കുരു നാട്ടിൽ നിന്ന് ഫാറ്റെല്ലാം കഴിച്ചിട്ടാണ്.
ഇത് നമ്മൾ മസാല ദോശ കഴിക്കാൻ പോകണം. മസാല ദോശേന്റെ സൈസ് കമ്പാരിറ്റീവ് കുറച്ച് കുറവാണ് അല്ല. എല്ലാ ആൾക്കാരും അപ്പോൾ നമ്മളിപ്പോൾ മൈസൂർ കൊട്ടാരത്തിൻ്റെ എത്തിയിട്ടുണ്ട്. റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷാണ്, അടുക്കാൻ പറ്റുന്നില്ല. ഒരു 3 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിന്. ശരിക്കും റൂമൊന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ റഷും ഇതെല്ലാം ആയതുകൊണ്ട് ബ്ലോക്കെല്ലാം ആക്കിയതുകൊണ്ട് ഈ അവസ്ഥയാണ് വേണ്ടി. കിത്തോടെ ബാഗൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോകും. എൻ്റെ ക്യാമറ ബാഗ് ഉണ്ട്, അതവിടെ സ്കാൻ ചെയ്തിട്ട് അവിടെ കൊടുക്കും. എത്തും കാണുന്നില്ല. ലൈറ്റില്ല അല്ലേ? നമ്മള് വിചാരിച്ച പോലത്തെ ഒരു വൈബേ അല്ല. നെഗറ്റീവ് പറഞ്ഞു വിചാരിക്കരുത്. പക്ഷേ നമ്മളെ അടുത്തേക്കാ പോകുന്ന നമുക്ക് തന്നെ അറിയില്ല. നമ്മളെ അടുത്തേക്കാ പോകുന്ന നമുക്കറിയില്ലല്ലോ. നമുക്കറിയാം. നമ്മളിവിടെ മൈസൂരിലെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ വന്നിട്ടാണ്. വേണ്ട ഇനി മസാല ദോശ വേണ്ട. ഇനി മസാല ദോശ താല്പര്യമില്ല. അങ്ങനെ വേണ്ട നമുക്ക് പറഞ്ഞു. അപ്പോൾ മൈസൂരിലെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ വന്നിട്ട് നമ്മളിൽ അപ്പോൾ മസാല ദോശ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ന്യൂഡിൽസ് എടുത്തിട്ടായില്ലേ. അപ്പോൾ നാളെ പോയി തിന്നിട്ട് കിടപ്പിലാവോ ഇരിപ്പിലാവോ ഒന്നും പറയാൻ പറ്റില്ല. ഓണസ്റ്റ് റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും കഴിച്ചിട്ട്. ವೈಫೈ ಸಿಗ್ತಾ ಮಚ್ಚ. ಕಿತ್ತೂದ അടുത്ത എന്താ ട്രൈ ചെയ്യാൻ പോകുന്നത്? ನೆಕ್ಸ್ಟ್ ಮೊಳಕು ಬಜ್ಜಿ ಫ್ರೈ ಮಾಡಬೇಕು. ಅದಕ್ಕೆ ಕನ್ನಡ അറിയാമെന്നെല്ലാം പറയുന്നുണ്ട്, എന്നിട്ട് ഒരു കന്നഡയും പറയുന്നില്ല. ಮೊಳಕು ಬಜ್ಜಿ ತಗೊಳ್ಬೇಕು ಇವಾಗ. ಎಷ್ಟು ಬೇಕು ನಿಮಗೆ? ಎಷ್ಟು ಬೇಕು? ಎರಡು ಸಾಕಾ? ಮತ್ತೆ ഇനി വേണം. നമ്മള് ജിമ്മെല്ലാം ഒഴിവാക്കിയിട്ടാണ് മൈസൂർ ദസറ കാണാൻ വേണ്ടിട്ട് വന്നത്. പക്ഷെ ഒഴിവാക്കിയതിന്റെ ഒരു പ്രശ്നം ഇതുവരെ അത്രയ്ക്കൊന്നും അല്ലേ? ശരിയാണ്, കൊറേ നടന്നല്ലേ? നടന്നു. 10,000 സ്റ്റെപ്സ് കഴിഞ്ഞു. നമുക്ക് നോക്കാം നമ്മളെ സ്റ്റെപ്പ് എത്രയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ പോകുന്നേ? ഡേ 2 ഇൻ മൈസൂർ. ഇങ്ങനെയെല്ലാം പറയും നീ, ഇങ്ങനെയെല്ലാം പറയും. ഇങ്ങനെ പറയണ്ട്. പറഞ്ഞു ദസറ കഴിഞ്ഞ് ഇന്നത്തെ ദസറേന്റെ ക്ഷീണം കഴിഞ്ഞിട്ട് ഇപ്പൊ എണീറ്റ് കുളിച്ച് ചായ കുടിക്കാനുള്ള. ഇത് നല്ലോണം ലേറ്റ് ആയി എഴുന്നേറ്റ്. ഞാൻ 6-7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ഇന്നലെ കഴിച്ച അതേ സ്ഥലത്ത് വീണ്ടും പോയി കഴിക്കുക. വലിയ തിരക്കില്ല, അതുകൊണ്ട് മര്യാദക്ക് സർവീസ് കിട്ടുന്നതായിരിക്കും. ഇത് ഇന്നലത്തെ അല്ലല്ലോ, ഇത് വേറെ. ഇന്നലത്തെ അല്ല, ഇന്നലെ നമുക്ക് തന്നത് കുഞ്ഞിയല്ലേ, നോർമൽ. അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഫുഡ് ഇഷ്ടമായിരുന്നു ഇത്തും? നല്ല മൈസൂർ മസാല ദോശ. ഇന്നലെ നമുക്ക് തന്നത് വേറെന്തോ ഡ്യൂപ്ലിക്കേറ്റ് ദോശയായിരുന്നു, പക്ഷെ ഇന്നത്തേത് അടിപൊളിയായിരുന്നു. നല്ല ഞെക്കിയത് തണുപ്പ്. നമ്മളിപ്പം ഗുണ്ടൽപേട്ട് എത്തി. ഇവിടെ ഒരു ഹോട്ടലിൽ കോഫി കുടിക്കാൻ നിർത്തിയാലോ.
എന്താ പരിപാടി? അടുത്ത ഗോപാലസ്വാമി പേട്ടയിലേക്കുള്ള അങ്ങനെ ഗോപാലസ്വാമി പേട്ടയിലേക്ക് പോകുന്നത്. ഇവിടുത്തെ വാഷ്റൂമൊക്കെ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല നീറ്റാണ്. മൈസൂരിൽ നിന്ന് അടുത്തേക്ക് നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ആകെ എന്താ 30-something kilometers. നമ്മള് ബസ്സിൽ കയറി പോവാണ്. ഗോപാലസ്വാമി പേട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 പ്രാവശ്യം ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ആൾക്കാർ ഇറങ്ങാതിരിക്കാനോട് കൂടി എനിക്ക് പായസം. ഗുണ്ടൽപേട്ട് ഗോപാലസ്വാമി പേട്ടയ്ക്ക് അടുത്തുള്ള ഏത് പൂവാണ്? ചെണ്ടുമല്ലിയാണോ ഗുണ്ടുമല്ലിയാണോ? എന്തായാലും ചെണ്ടുമല്ലി. ഇതല്ലേ ജമന്തി? ജമന്തി ഇതാണോ? അല്ലേ? ജമന്തി, ഗുണ്ടുമല്ലി, ചെണ്ടുമല്ലി എന്തോന്നും വിളിച്ചോട്ടെ. ഇവിടെ 20 റുപ്യാണ് എൻട്രൻസ് ഫീസ്. ഇവിടെ അതിന്റെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. സീസൺ കഴിഞ്ഞു ആക്ച്വലി. നമ്മളെടുക്കുന്ന അത്ര എമൗണ്ട് വാങ്ങിയിട്ടില്ല. 30 റുപ്യ വാങ്ങിച്ചിട്ട് രണ്ടാക്കാം. അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ അങ്ങനെ മൈസൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് സുൽത്താൻ ബത്തേരി എത്താനായി. ഇപ്പം മുത്തങ്ങ ഫോറസ്റ്റിലൂടെ കടന്നു പോകും. തുടങ്ങുമ്പോൾ ഉണ്ടായ ഒരു ആവേശമില്ല അല്ലേ? തളർന്നു തരിപ്പണമായി. വയറ്റിലൊന്നുമില്ല. രാവിലെ കഴിച്ച മസാല റോസ്റ്റും ഗീ റോസ്റ്റും മാത്രമേ ഉള്ളൂ. അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതും കഴിച്ചില്ലെങ്കിൽ പടായ